ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ വെക്റ്റർ സ്പേസസ് എന്ന സെക്ഷൻ്റെ സെക്കൻഡ് സെക്ഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ മുതൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് സെക്ഷൻ 4.2 ആണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നമ്മൾ 4.1 വെക്റ്റർ സ്പേസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇവിടെ മുതൽ 4.2 സബ് സ്പേസസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോർഡിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണുന്നത് നമ്മുടെ വെക്റ്റർ സ്പേസസിൻ്റെ ഡെഫിനേഷൻ ഞാനൊന്നുകൂടി എഴുതി വെച്ചതാണ്. കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച വെക്റ്റർ സ്പേസ് ഡെഫിനേഷൻ റിപ്പീറ്റ് ചെയ്താൽ നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണ്? സബ് സ്പേസസിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സബ് സ്പേസ് ശരിക്കും അത് സബ് വെക്റ്റർ സ്പേസ് എന്നാണ്. അത് ഷോർട്ടാക്കി നമ്മൾ സബ് സ്പേസ് എന്ന് പറയുന്നതാണ്. എന്തായിരിക്കും ഒരു സബ് സ്പേസ്? എന്തായിരുന്നു സബ്സെറ്റ്? എന്തായിരുന്നു ഒരു സെറ്റ്, ആ സെറ്റിനകത്തുള്ള ഒരു ചെറിയ പീസ് അല്ലേ, അതല്ലേ സബ്സെറ്റ്? ഒരു സെറ്റിനകത്തുള്ള ഒരു ചെറിയ ഒരു പീസാണല്ലോ സബ്സെറ്റ്, അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു മറ്റൊരു സെറ്റാണല്ലോ സബ്സെറ്റ്. അതുപോലെ നിങ്ങൾ പറ, എന്തായിരിക്കും ഒരു സബ് വെക്റ്റർ സ്പേസ്? അപ്പോൾ നമ്മുടെ അതിലൊരു വെക്റ്റർ സ്പേസ് ഉണ്ടാവും, വി എന്നുള്ളൊരു വെക്റ്റർ സ്പേസ് ഉണ്ടാവും. അതിനകത്ത് മറ്റൊരു വെക്റ്റർ സ്പേസ്, ഒരു കുഞ്ഞു വെക്റ്റർ സ്പേസ് അല്ലേ. അപ്പോൾ വലിയ വെക്റ്റർ സ്പേസിനകത്ത് നിങ്ങൾക്കൊരു വെക്റ്റർ സ്പേസ് കണ്ടുപിടിക്കാൻ, മറ്റൊരു വെക്റ്റർ സ്പേസ് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അതെന്താണ്? അത് സബ് സ്പേസ് ആണ്. സബ് വെക്റ്റർ സ്പേസ് നമ്മൾ പറയില്ല, സബ് സ്പേസ് എന്നാണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ എങ്ങനെ പറയാം? വെക്റ്റർ സ്പേസ് ഉണ്ട്, വലിയൊരു വെക്റ്റർ സ്പേസ് ഉണ്ട്. എ സബ്സെറ്റ് ഓഫ് എ വെക്റ്റർ സ്പേസ് വിച്ച് ഇസ് അഗൈൻ എ വെക്റ്റർ സ്പേസ്. വെക്റ്റർ സ്പേസ് ഒരു സെറ്റ് അല്ലേ, ആ സെറ്റിൻ്റെ അകത്ത് എന്താണ് സബ്സെറ്റ്? എ സബ്സെറ്റ് ഓഫ് എ വെക്റ്റർ സ്പേസ് വിച്ച് ഇസ് അഗൈൻ എ വെക്റ്റർ സ്പേസ്. നമുക്ക് അടിപൊളിയാക്കി അങ്ങനെ പറയാൻ പറ്റുക. സബ്സെറ്റ് ഓഫ് എ വെക്റ്റർ സ്പേസ് വിച്ച് ഇസ് അഗൈൻ എ വെക്റ്റർ സ്പേസ്. ഓക്കെ, അഗൈൻ എ വെക്റ്റർ സ്പേസ് എന്ന് പറയുമ്പോൾ വെക്റ്റർ സ്പേസിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഹോൾഡ് ചെയ്യണം. അപ്പോൾ നമ്മളതിലൊരു വെക്റ്റർ സ്പേസ് ഉണ്ടാവും, ആ വെക്റ്റർ സ്പേസ് വി ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഹോൾഡ് ചെയ്യണം. ഇനി ആ വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റല്ലേ, വി ഒരു സെറ്റല്ലേ, ആ സെറ്റിനകത്ത് നമുക്കൊരു സബ്സെറ്റ് ഡബ്ല്യു കണ്ടുപിടിക്കാൻ പറ്റണം. ആ ഡബ്ല്യു ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ അത് ഒരു വെക്റ്റർ സ്പേസ് ആണ്. അതിന് വിളിക്കുന്ന പേര് സബ് സ്പേസ് എന്നാണ്. അപ്പോൾ മാറും. നേരത്തെ യു കോമ വി ബിലോങ്സ് ടു വി, വി വലിയ സെറ്റാണ്, അതിനകത്തുള്ള ഡബ്ല്യുവിനെ കുറിച്ച് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. സോ ഫോർ യു കോമ വി ബിലോങ്സ് ടു ഡബ്ല്യു, യു പ്ലസ് വി ബിലോങ്സ് ടു ഡബ്ല്യു, ഈ കണ്ടീഷൻസ് എല്ലാം ഡബ്ല്യു സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോഴാണ് അത് സബ് സ്പേസ് ആയിട്ട് മാറുക. ക്ലിയർ? കാര്യം ക്ലിയർ ആയിരിക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ലെറ്റ് വി ബി എ വെക്റ്റർ സ്പേസ്, എ സബ്സെറ്റ് ഡബ്ല്യു, അതിനകത്ത് എ സബ്സെറ്റ് ഡബ്ല്യു ഓഫ് വി ഈസ് എ സബ്സ്പേസ് ഓഫ് വി if W itself a vector space under the operations in V. വിയിൽ ഓപ്പറേഷൻസ് വെച്ചുകൊണ്ട് W മാത്രമായിട്ട് ഒരു വെക്റ്റർ സ്പേസ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ W ഒരു സബ് സ്പേസ് ആണ്. ക്ലിയർ? അപ്പോൾ നമ്മുടെ W ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം വെക്റ്റർ സ്പേസിൻ്റെ. ഫോർ യു കോമ, ഞാൻ ചില എക്സാമ്പിൾസ് പറയാം. നമ്മൾ R3 എടുക്കുക. R3 എക്സാമ്പിൾസ് ഒരുപാട് പറയാനുണ്ട്. ഇവിടെ ഞാൻ ഡെഫിനിഷനും ഒരു റിസൾട്ടും പറയാം, അതിനുശേഷം നമുക്ക് കുറേ എക്സാമ്പിൾസ് തന്നെ പറയാനുള്ളത്. എങ്കിലും മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. R3 എടുക്കുക. R3 എലമെൻറ്റ്സ് ഒക്കെ ഏത് ഫോമിലാണ് ഉണ്ടാകുന്നത്? R3 എലമെൻറ്റ്സ് എല്ലാം ഉണ്ടാകുന്നത് ഓർഡേർഡ് ട്രിപ്ലറ്റ് ABC ഫോമിലാണ് ഉണ്ടാവുക അല്ലേ. ഈ R3 തേർഡ് കോർഡിനേറ്റ്, ഈ തേർഡ് കോർഡിനേറ്റ് 0 ആണെന്ന് കരുതിക്കോ. എന്നാൽ C 0 അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് വരിക? അപ്പോൾ ഇങ്ങനെയല്ലേ സെറ്റ് വരിക? A, B, 0 എന്നായിട്ട് മാറും. എന്നാൽ അത് വേണ്ട അല്ലേ. ഇതാരാണ്? ഇത് നമ്മുടെ R2 ആണ് അല്ലേ. അപ്പോൾ R3 തേർഡ് കോർഡിനേറ്റ് C 0 ആയിട്ട് മാറുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? അത് R2 ആയിട്ട് മാറും. ഇപ്പം നോക്കൂ, അപ്പോൾ R3 ഒരു സബ്സെറ്റ് അല്ലേ R2 ആണ്. പക്ഷേ നമുക്കറിയാമല്ലോ R2 ഒരു വെക്റ്റർ സ്പേസ് അല്ലേ, വെക്റ്റർ സ്പേസ് ആണ്. അപ്പോൾ ഈ R3 അകത്തുള്ള ഒരു സബ്സെറ്റാണ് R2. ആ R2 വെക്റ്റർ സ്പേസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? R2 ഈസ് എ സബ് സ്പേസ് ഓഫ് R3 എന്ന് പറയും. ഇത് എത്ര വേണേൽ നമുക്ക് തുടരാം. R4 കൺസിഡർ ചെയ്യാം. R4 നമ്മൾ 4 ടപ്പിൾ ഉണ്ടാവുക, ABCD. അതിൽ ലാസ്റ്റ് കോർഡിനേറ്റ് 0 ആകുമ്പോൾ എന്തായി മാറി? R3 ആയിട്ട് മാറി. സോ R3 ഈസ് എ സബ് സ്പേസ് ഓഫ് R4. ലാസ്റ്റ് 2 കോർഡിനേറ്റ് 0 ആയിട്ട് മാറുകയാണെങ്കിൽ ABCDയിൽ സിയും ഡിയും 0 ആണെങ്കിൽ പിന്നെ ആര് മാത്രമേ ഉള്ളൂ? AB മാത്രമേ ഉള്ളൂ. അത് R2 ആണ് അല്ലേ. സോ R2 ഈസ് എ സബ് സ്പേസ് ഓഫ് R4. അപ്പോൾ R4നെ കുറിച്ച് പറയുമ്പോൾ
R3 is a subspace, R2 is a subspace, അതുപോലെ R subspace ആണ് ഒക്കെ പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് എക്സാമ്പിൾ പറയാനുള്ളത്. അപ്പോഴേ ചോദിക്കട്ടെ, നമുക്ക് ഒരു വെക്റ്റർ സ്പേസ് തന്നിട്ടുണ്ട്, വലിയൊരു വെക്റ്റർ സ്പേസ്. അപ്പോൾ ആ വെക്റ്റർ സ്പേസ് വി എന്ന് പേര് വിളിച്ചോ. ആ വെക്റ്റർ സ്പേസ് നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഹോൾഡ് ചെയ്യുമല്ലോ, ഹോൾഡ് ചെയ്യും. ഇനി അതിനകത്തുള്ളൊരു സബ്സെറ്റ് എടുക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ വി ഉണ്ട്, ആ വിക്കകത്തുള്ളൊരു സബ്സെറ്റ് എടുത്തു, ഡബ്ല്യു എടുത്തു. ആ ഡബ്ല്യു സബ്സ്പേസ് ആണെന്ന് എനിക്ക് കാണിക്കണം. ആ ഡബ്ല്യു സബ്സ്പേസ് ആണെന്ന് കാണിക്കണമെങ്കിൽ എനിക്ക് ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഹോൾഡ് ചെയ്യുമെന്ന് കാണിക്കണം അല്ലേ? അപ്പോൾ ഈ ഡബ്ല്യു എന്ന് ഞാൻ അകത്തുള്ള ആളെ കാണിക്കുന്നത്, വലിയ ആളല്ലേ. ഈ ഡബ്ല്യു എന്ന് രണ്ടാൾക്കാർ എടുക്കുക, യുവിനെയും ബീനെ എടുക്കുക, ഉണ്ടോ? യുവിനെയും ബീനെ എടുക്കുക. എന്നിട്ട് യു പ്ലസ് ബി ബിലോങ്സ് ടു ഡബ്ല്യു എന്ന് കാണിക്കണം. അപ്പോൾ ഈ ഡബ്ല്യുവിൽ രണ്ടുപേരെ എടുത്ത് ആഡ് ചെയ്താൽ ഡബ്ല്യു തന്നെ ഉണ്ട്, ശരിയല്ലേ? അതുപോലെ നമ്മൾ ഇവിടെ നോക്കിയാൽ ഡബ്ല്യു എന്ന് പറയുന്നത് എടുക്കുക, സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക, കെ ഇൻറ്റു യു ബിലോങ്സ് ടു ഡബ്ല്യു എന്ന് കാണിക്കണം. എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷേ വിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ചില കണ്ടീഷൻസ് ഓട്ടോമാറ്റിക്കലി ഡബ്ല്യൂയിലും സാറ്റിസ്ഫൈ ചെയ്യും. അത് ഏതൊക്കെയാണ് നോക്കും. ഈ കണ്ടീഷൻ നോക്കിയേ, വിയിലെ ഏത് മെമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും യു പ്ലസ് വി ഇസിക്കൽ വി പ്ലസ് യു ആണ്. വിയിലെ മെമ്പേഴ്സിനല്ലേ ഡബ്ല്യുവിനകത്തുള്ളത്. അപ്പോൾ ഇവിടെ യു പ്ലസ് വി ഇസിക്കൽ വി പ്ലസ് യു ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? യു പ്ലസ് വി ഇസിക്കൽ വി പ്ലസ് യു. അപ്പോൾ നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ ഇവിടെയും കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇവിടെ അസോസിയേറ്റീവ് ആണെങ്കിൽ, വലിയ സെറ്റിൽ അസോസിയേറ്റീവ് ആണെങ്കിൽ ചെറിയ സെറ്റിലും അസോസിയേറ്റീവ് കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമുക്ക് വലിയതിൽ നിന്ന് ചെറിയതിലേക്ക് പാരമ്പര്യമായിട്ട് കിട്ടുക, ഇൻഹെറിറ്റ് ആയിട്ട് കിട്ടുക. അതിന് പറയുന്ന പേര് ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടീസ് എന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടീസിൽ വരിക? കമ്മ്യൂട്ടേറ്റിവിറ്റി കണ്ടോ, ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. അസോസിയേറ്റിവിറ്റി കാണിക്കേണ്ട ആവശ്യമില്ല, ഇത് കാണിക്കണം. ഡബ്ല്യുവിൽ രണ്ട് മെമ്പേഴ്സിനെ എടുത്ത് ആഡ് ചെയ്താൽ ഡബ്ല്യു തന്നെ ഉണ്ടെന്ന് കാണിക്കണം. ഇത് കാണിക്കണം. സീറോ ഡബ്ല്യുവിലുണ്ടെന്ന് കാണിക്കണം അല്ലേ? അതുപോലെ ഏത് ഞാൻ വീനൊക്കെ ഡബ്ല്യു ഒക്കെ മാറ്റണ്ടേ, ഡബ്ല്യുവിൽ നിന്ന് ഏത് യു എടുത്തു കഴിഞ്ഞാലും അവിടെ മൈനസ് യു ഉണ്ടെന്ന് കാണിക്കണം ഡബ്ല്യു തന്നെ. പിന്നെയോ ഇത് കാണിക്കണം. ഡബ്ല്യുവിൽ നിന്ന് ഏത് യു എടുത്തു കഴിഞ്ഞാലും കെ ഇൻറ്റു യു ഡബ്ല്യുവിലുണ്ടെന്ന് കാണിക്കണം. അത് നമുക്ക് പാരമ്പര്യം കിട്ടില്ല, പക്ഷെ ഇത് കിട്ടും. കണ്ടോ, കെ ഇൻറ്റു യു പ്ലസ് ഫിസിക്കൽ കെ യു പ്ലസ് കെ വി ആണ്. അത് വിയിൽ സാറ്റിസ്ഫൈ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡബ്ല്യുവിലും സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പോൾ ഡബ്ല്യുക്ക് സെപ്പറേറ്റ് ആയി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സാറ്റിസ്ഫൈ ചെയ്യും, ഇത് സാറ്റിസ്ഫൈ ചെയ്യും. 1 ഇൻറ്റു യു ഇസിക്കൽ യു, അതും സാറ്റിസ്ഫൈ ചെയ്യും, ശരിയല്ലേ? അപ്പോൾ ഏത് മാത്രമേ കാണിക്കേണ്ടതുള്ളൂ? 1, 2, 3, 4 ഈ 4 എണ്ണം മാത്രമേ നമുക്ക് ഒരു സബ്സ്പേസ് ആണെന്ന് വേണമെങ്കിൽ കാണിക്കേണ്ട ആവശ്യമുള്ളൂ, ശരിയല്ലേ? ഇനി അതിലും കുറയ്ക്കാൻ പറ്റുമോ? പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ തിയറം പറയുന്നത്. നോക്കൂ, എ സബ്സെറ്റ് W of a vector space V is a subspace of V. ഒരു വിയുടെ ഒരു സബ്സെറ്റ് വെക്റ്റർ സ്പേസ് ആവാനുള്ള, സബ്സ്പേസ് ആവാനുള്ള കണ്ടീഷനാണ്. എ സബ്സെറ്റ് W of a vector space V is a subspace of V if and only if the following conditions hold. ഏതൊക്കെ കണ്ടീഷൻ? For U, V belongs to W, U plus V belongs to W എന്നാണ് അഡീഷൻ ക്ലോസ്ഡ് ആണെന്ന് കാണിക്കുക. സെക്കൻഡ് എന്താണ്? ഫോർ യു കോമ ഡബ്ല്യു കെ യു ബിലോങ്സ് ടു ഡബ്ല്യു സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് എന്ന് കാണിക്കുക. ഈ തിയറം പറയുന്നത് സബ്സ്പേസ് എന്ന് കാണിക്കാൻ നമുക്ക് നമ്മളിവിടെ പറഞ്ഞത് 1, 2, 3, 4 4 കണ്ടീഷൻസ് കാണിക്കണം എന്നാണ് പറയുന്നത്. തിയറം അതും കാണിക്കേണ്ടെന്നാണ് പറയുന്നത്. 2 എണ്ണം കാണിച്ചാൽ മതി. അഡീഷൻ ക്ലോസ്ഡ് ആണെന്നും സ്കാലർ മൾട്ടിപ്ലിക്കേഷനിൽ ഡബ്ല്യു ക്ലോസ്ഡ് ആണെന്നും കാണിച്ചു കഴിഞ്ഞാൽ സബ്സ്പേസ് ആവും. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പ്രൂഫ് പറഞ്ഞാൽ മതി. പ്രൂഫ് പറയാം. അതിനനുസരിച്ച് ഡബ്ല്യു വെക്റ്റർ സ്പേസ് കാണിക്കാൻ ആക്ച്വലി ഇത്രയും പ്രോപ്പർട്ടീസ് 10 പ്രോപ്പർട്ടീസ് കാണിക്കേണ്ടതാണ്. പക്ഷേ വിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ചില പ്രോപ്പർട്ടീസൊക്കെ ഓട്ടോമാറ്റിക്കലി ഡബ്ല്യു സാറ്റിസ്ഫൈ ചെയ്യും. ആ പ്രോപ്പർട്ടീസ് നമ്മൾ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടീസ് എന്നാണ് പേര് വിളിച്ചത്. അത് ഏതൊക്കെയാണ്? ഈ ക്രോസ് ചെയ്തിട്ടതിലാണ്. ഇത് നമ്മൾ ഡബ്ല്യു കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്. പിന്നെ ബാക്കി എത്ര എണ്ണേ ഉള്ളൂ? 4 എണ്ണേ ഉള്ളൂ. ഇനി ആ 4ഉം വേണ്ട. തിയറം പറഞ്ഞതാ ഈ 2 എണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്നതാണ്. ഏതൊക്കെ? ഒന്ന് ഇത് വിക്ക് വരാൻ ഡബ്ല്യു കാണണേ. ഫോർ യു കോമ വി ബിലോങ്സ് ടു ഡബ്ല്യു യു പ്ലസ് വി ബിലോങ്സ് ടു ഡബ്ല്യു അത് കാണിക്കണം. ഇനി ഇവിടെ ഫോർ യു ബിലോങ്സ് ടു വി കെ ഇൻറ്റു യു ബിലോങ്സ് ടു ഡബ്ല്യു യു ബിലോങ്സ് ടു ഡബ്ല്യു കെ യു ബിലോങ്സ് ടു ഡബ്ല്യു ഇതും കാണിക്കണം. അപ്പോൾ ഏതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? ഇനി ഈ 2 കണ്ടീഷന് ഏതൊക്കെ കിട്ടണം നമുക്ക്? ഇത് കിട്ടണം,
ഇതും കിട്ടണം. 0 ബിലോങ്സ് ടു ഡബ്ല്യു എന്നും കിട്ടണം, മൈനസ് യു ബിലോങ്സ് ടു ഡബ്ല്യു എന്നും കിട്ടണം. അതായിരിക്കും പ്രൂഫ്. നമ്മൾ ഈ റിസൾട്ട് വെച്ചുകൊണ്ടാണ് ഇനിയുള്ള എക്സാമ്പിൾസിലൊക്കെ സബ്സ്പേസിന് എക്സാമ്പിൾ പറയാം കേട്ടോ. ഈ രണ്ട് കാര്യം കാണിച്ചാൽ മതി. ഇഫ് ആൻഡ് ഓൺലി ഇഫ് റിസൾട്ട് അല്ലേ. അപ്പോൾ രണ്ട് സൈഡിലേക്കും ശരിയാണെന്ന് കാണിക്കണം. അപ്പോൾ ആദ്യം ഡബ്ല്യു സബ്സ്പേസ് ആണെന്ന് അസ്യൂം ചെയ്യുക, ഈ കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് കാണിക്കുക. പിന്നീട് ഈ കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് അസ്യൂം ചെയ്യുക, അത് സബ്സ്പേസ് ആണെന്ന് കാണിക്കുക. ആദ്യം അസ്യൂം ചെയ്തോ. അസ്യൂം ഡബ്ല്യു is a subspace of V. W സബ്സ്പേസ് ആണെന്ന് അസ്യൂം ചെയ്തു. സബ്സ്പേസ് എന്നാൽ വെക്റ്റർ സ്പേസ് എന്നർത്ഥം. അപ്പോൾ W വെക്റ്റർ സ്പേസാണ്. W വെക്റ്റർ സ്പേസ് ആണെങ്കിൽ ഈ കണ്ടീഷൻസ് എല്ലാം ഹോൾഡ് ചെയ്യണ്ടേ? എല്ലാം ഹോൾഡ് ചെയ്യണം. അതിനകത്തുള്ള ഒരു കണ്ടീഷൻ അല്ലേ ഇത്, U, V belongs to W, U plus V belongs to W. അതല്ലേ ഇത്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. അടുത്തത് ഫോർ ഈച്ച് U belongs to W, KU belongs to W. അതും സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? ഇപ്പോൾ ഒരു സൈഡ് വളരെ ക്ലിയറാണ്. W സബ്സ്പേസ് ആണെങ്കിൽ, വെക്റ്റർ സ്പേസ് ആണെങ്കിൽ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. അതിലുള്ള രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് രണ്ടെണ്ണം. പ്രൂഫ് കഴിഞ്ഞു. ഹെൻസ് ദ പ്രൂഫ് അല്ലേ. ഇപ്പോൾ ഒരു സൈഡ് വളരെ ക്ലിയറാണ്. ഇപ്പോൾ ഇവിടെ എന്ത് എഴുതാം? അസ്യൂം W is a subspace, then clearly W satisfies these two properties. ഈ പ്രോപ്പർട്ടീസ് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. അഡീഷണൽ ക്ലോസ്ഡ് ആണ്, സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണ്. അപ്പോൾ W സബ്സ്പേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലോസ്ഡ് ആയിരിക്കും അണ്ടർ അഡീഷൻ ആൻഡ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ഹെൻസ് ദ പ്രൂഫ്. അപ്പോൾ ഇവിടെ എഴുതാണ് W will be closed under addition and scalar multiplication. So conditions A and B are satisfied. Conversely assume A and B hold. ഈ രണ്ട് കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നത് കാണിക്കുക, അസ്യൂം ചെയ്യുക. എന്നിട്ട് എന്ത് കാണിക്കണം? സബ്സ്പേസ് ആണെന്ന് കാണിക്കണം. സബ്സ്പേസ് ആണെന്ന് കാണിക്കാൻ ഇത്രയും പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാണിക്കണം. അതിൽ നമ്മൾ പറഞ്ഞു 6 പ്രോപ്പർട്ടി ഇൻഹെറിറ്റഡ് ആണ്. പിന്നെ എത്ര എണ്ണേ കാണിക്കേണ്ടുള്ളൂ? 4 എണ്ണേ കാണിക്കേണ്ടുള്ളൂ. ആ 4-ൽ 2 കണ്ടീഷൻസ് ആണിത് അല്ലേ. ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എയും ബിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതുകൂടെ കാണിച്ചാൽ മതി? ഇത് കാണിക്കണം. 0 ബിലോങ്സ് ടു W എന്ന് കാണിക്കണം. നമ്മളെ കണ്ടീഷൻ എന്താ നോക്കിയേ? ഫോർ ഈച്ച് U ബിലോങ്സ് ടു W, KU ബിലോങ്സ് ടു W എന്നാ. ഏത് U എടുത്തു കഴിഞ്ഞാലും KU ബിലോങ്സ് ടു W. K എന്തായിരുന്നു? K റിയൽ നമ്പറാ. അപ്പോൾ K ആയിട്ട് നിങ്ങൾ 0 ചൂസ് ചെയ്തേ. ചൂസ് K is equal to 0. ഏത് K എടുത്തു കഴിഞ്ഞാലും KU ബിലോങ്സ് ടു W. സോ KU ബിലോങ്സ് ടു W implies Kക്ക് 0 എടുത്ത് നോക്കിയേ. സോ 0 into U equal to 0 belongs to W. കണ്ടോ? അപ്പോൾ W-ൽ ആരുണ്ട്? 0 ഉണ്ട്. ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്തില്ലേ? എന്താ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്തില്ലേ? ഇത് ഹോൾഡ് ചെയ്തു. ഇനി ഏതുകൂടെയാണ് വേണ്ടത്? ഇനി U ഉണ്ടെങ്കിൽ മൈനസ് U ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അതിന് Kക്ക് ഏത് വാല്യൂ കൊടുത്താൽ മതി? -1 കൊടുത്താൽ മതി. കഴിഞ്ഞു. സോ ഫോർ K is equal to -1 into U belongs to W, which implies minus U belongs to W. കഴിഞ്ഞല്ലേ? ഇത്രയേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ നമ്മൾ സബ്സ്പേസ് കാണിക്കാൻ നമ്മൾ ഈ റിസൾട്ടാണ് യൂസ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ W is closed എന്ന് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ അല്ലേ? നമ്മളൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഇവിടെ പറയാം. നോക്കൂ, R3യുടെ ഒരു സബ്സ്പേസ് ആണ് R2 എന്ന് പറഞ്ഞില്ലേ? അത് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? R2 is closed under വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ കാണിച്ചാൽ മതി. ഇവിടെ തേർഡ് കോർഡിനേറ്റ് ഏതാണ്? 0 ആണ് അല്ലേ? ഇവിടെ 2 പേരും എടുത്തോ. സോ U is equal to A1 B1 0. മറ്റൊരെടുക്കുക. B is equal to A2 B2 0. U plus V കാണാം. സോ U plus V is equal to ആഡ് ചെയ്തേ A1 plus A2 B1 plus B2 0 plus 0 എന്നാൽ 0 തന്നെ. ഉണ്ടോ? U plus V ഇതെവിടെ നമ്പറാ? ട്രിപ്ലറ്റ് അല്ലേ? ട്രിപ്ലറ്റിലെ തേർഡ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ അവിടെ ഉണ്ടാവും, R2 ഉണ്ടാവും. സോ ദിസ് വൺ ബിലോങ്സ് ടു R2.
സോ വിത്ത് റെസ്പെക്ട് ടു അഡീഷണൽ ക്ലോസ്ഡ് ആണ്. സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ വെച്ചാലോ കെ ഇൻറ്റു യു എന്നല്ലേ ഉണ്ടാവുക. സോ കെ എ കെ ബി ലാസ്റ്റ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ലാസ്റ്റ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ അവിടെ ഉണ്ടാവും, R2 ഉണ്ടാവും. സോ ക്ലോസ്ഡ് അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഓൾസോ. ഓക്കെ, ഈ റിസൾട്ട് ഓർക്കുക, പ്രൂഫ് ഓർക്കുക.